കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കർത്താവ് നൽകിത്തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേൻ. നമുക്കൊരു വചനം വായിച്ച് സ്തോത്രം ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില കുടുംബങ്ങളിൽ ചില വ്യക്തികൾക്ക് വേണ്ടി ആമേൻ തിരിച്ച് കർത്താവ് ആലോചന പറയുവാൻ ഉള്ള കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മാറിപ്പോകുന്ന ദൈവമല്ല. ദൈവം തൻ്റെ വാഗ്ദത്തത്തെ എപ്പോഴും ഹല്ലേലൂയ ഓർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, അത് നിറവേറ്റുവാൻ അവൻ അതിന് വേണ്ടിയിട്ടുള്ള വഴികളെ നമ്മുടെ മുൻപിൽ തുറന്നു തരുന്ന ദൈവമാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളെ ഉയർത്തി ദൈവത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് പറ, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ കൂടാരത്തിലെ സന്തോഷവും ഹല്ലേലൂയ ഉല്ലാസവും എനിക്ക് വേണം. ഓൾറെഡി ദൈവത്തിന്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? ആമേൻ. നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടെന്നാ പറഞ്ഞേ. സ്തോത്രം. എന്തെന്നാ പറഞ്ഞേ? ഉണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ എല്ലാവരുടെയും കൂടാരത്തിൽ ഇരിക്കത്തില്ല. നീതിമാന്റെ കൂടാരത്തിൽ മാത്രമേ ആമേൻ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുകയുള്ളൂ. ആരുടെ കൂടാരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? നീതിമാന്റെ കൂടാരത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മളെ നോക്കി പറയാമോ, ഞാനൊരു നീതിമാനാണോ എന്ന്? ഞാനൊരു നീതിമാനാണെങ്കിൽ ആമേൻ സ്തോത്രം, എൻ്റെ കൂടാരത്തിൽ എന്ത് കാണും? ഉല്ലാസം കാണും. ഹല്ലേലൂയ. ജയഘോഷം കണ്ടേ കാണും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നീതിമാൻ ആരാണ് ദൈവമക്കളെ? ഹല്ലേലൂയ. വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ് നീതിമാൻ. ആമേൻ. എല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നവനല്ല നീതിമാൻ. നീതിമാൻ എന്ത് ചെയ്യുന്നവനാ? അല്ലല്ലോ ഒന്നും കണ്ണിന്റെ മുൻപിൽ ഇല്ലെങ്കിലും, അല്ലല്ലോ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെങ്കിലും, വഴികൾ മുൻപിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, അവസ്ഥകളൊക്കെ വിപരീതമാണെങ്കിലും ഹല്ലേലൂയ അതിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിന്ന് വിളിച്ചു പറയുന്നവനാ, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു തരുമെന്ന് ആമേൻ സ്തോത്രം പറയുന്നവരെയാണ് ദൈവം നീതിമാനായി കണക്കിടുന്നത്. സ്തോത്രം. അവരുടെ പ്രത്യേകത എന്താണ്? ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം, ദൈവ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. നമ്മൾ ചിലതൊക്കെ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ കർത്താവ് ഓൾറെഡി നമ്മളെയും ആമേൻ നീതിമാന്റെ ലിസ്റ്റിനകത്ത് ദൈവം ഉൾപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്ന് പകൽക്കാലം ആ നീതിമാന്റെ ആ പട്ടിയിൽ, ആ കൂട്ടത്തിൽ, ഹല്ലേലൂയ ആ പങ്കിൽ എന്നെയും കർത്താവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറ. ഹല്ലേലൂയ. സംശയങ്ങൾ കടന്നു വരാം. എല്ലാം അപ്രത്യക്ഷമായ സംഭവങ്ങളായിരിക്കും നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നത്. എന്നാൽ വിശ്വാസമുള്ളവർ വിളിച്ചു പറയണം ചിലത്. ആ നിന്റെ വിളിച്ചു പറയേണ്ട മുൻപിലാണ് ദൈവം ചില വഴികളെ തുറക്കുന്നത്. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞു, ദൈവം ചിലതൊക്കെ നമ്മളെ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം. ചുമ്മാതെ ഓർക്കത്തില്ല. നോഹയെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അവന്റെ തലമുറയിലൊക്കെ ആരായിരുന്നു? നീതിമാനായിരുന്നു. നോഹ എന്തായിരുന്നു? നോഹയുടെ തലമുറയിലെല്ലാം അവൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. നീതിമാൻ എന്താ ചെയ്യുന്നേ? സാഹചര്യവും സന്ദർഭവും നോക്കി ദൈവത്തെ വിശ്വസിക്കുന്നവനല്ല. അതിനൊന്നും വകയില്ലെങ്കിലും, അതിനൊന്നും പ്രതീക്ഷയില്ലെങ്കിലും അതിനപ്പുറമായി കടന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവനാ നീതിമാൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ ഇവിടെ ഇരുന്നു കൊണ്ട് ആ ദൈവത്തോട് പറയും, കർത്താവേ എൻ്റെ സന്തോഷത്തെ കെടുത്തുന്ന, എൻ്റെ സമാധാനത്തെ കെടുത്തുന്ന, എൻ്റെ ദൈവകൃപയെ ചോർത്തിക്കളയുന്ന, എൻ്റെ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്ന, ദൈവവിളിക്കെതിരായി നിൽക്കുന്ന സകല ഹല്ലേലൂയ പൈശാചിന്റെ പിശാചിന്റെ കോട്ടകളെ ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിനെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ അത്യുന്നതമായ ശക്തി, സർവശക്തനായ ദൈവത്തിന്റെ ബലം നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഇവിടെ ഇറക്കാൻ പോകുക. ഹല്ലേലൂയ. അതിന് ദൈവം തിരഞ്ഞെടുത്തവരാണ് ദൈവത്തിന്റെ നീതിമാന്മാർ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ക്രിയകൾ കൊണ്ടോ പുണ്യപ്രവർത്തികൾ കൊണ്ടോ ആർക്കും നീതിമാന്മാരാകാൻ പറ്റത്തില്ല. പറ്റുമോ? ആർക്ക് നീതിമാന്മാരാകുവാൻ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നമുക്ക്
പറ്റുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ആ കാൽവറി ക്രൂശിലെ രക്തത്താൽ ദൈവം നമ്മെ എന്താക്കി മാറ്റി. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ സകല അനീതികളെയും പോക്കി ദൈവം നമ്മളെ നീതിമാന്മാരാക്കി മാറ്റി. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് നമ്മൾ എവിടെ പ്രവേശിച്ചിരിക്കുക? നീതിമാന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ പ്രവേശിക്കുവാൻ കർത്താവ് നമ്മൾക്കിടയാക്കി. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. ഹല്ലേലൂയ. ഇതിന് ആമേൻ പറയാൻ പറ്റുമോ? ധൈര്യത്തോട് പറയണം. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് നീതിമാൻ. ഹല്ലേലൂയ. അവരുടെ മുൻപിൽ എല്ലാം ഒരുപക്ഷെ ശൂന്യമായിരിക്കാം, എന്നാലും അവർ വായ്കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയും. ദൈവം ചെയ്യാൻ പോകുന്നത് വിളിച്ചു പറയും. ദൈവം കാണിച്ച ദർശനങ്ങൾ അവർ വിളിച്ചു പറയും. ദൈവത്തിൻ്റെ ശബ്ദത്തെ അവർ വിളിച്ചു പറയും. ദൈവം ആരാണെന്ന് അവർ വിളിച്ചു പറയും. ഹല്ലേലൂയ. അവർക്കാണ് ദൈവം നീതിമാന്മാർ എന്ന് പേർ കൊടുക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് നീതിമാന്മാർ. ആരാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് നീതിമാന്മാർ. ഇന്ന് നമ്മുടെ ആശ്രയം എവിടാ? നമുക്ക് പ്രശംസിപ്പാനും പുകഴുവാനും ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്താ? അവർ സിയോൻ പർവ്വതം പോലെ എന്നേക്കും നിലനിൽക്കുന്നവരാ. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നാളും ദൈവം തകർത്തു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവവചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 28 തുടങ്ങിയുള്ള വചനത്തിൽ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? നിത്യനായ ദൈവം. ഹല്ലേലൂയ. സത്യദൈവം. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഒരു ചോദ്യം ചോദിക്കുക. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? നിന്റെ ദൈവമായ യഹോവ നിത്യ ദൈവമാണ്. ഹല്ലേലൂയ. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാണ് അവൻ. ഹല്ലേലൂയ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവൻ്റെ ബുദ്ധി അപ്രയമാകുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ദൈവം ആരാണെന്ന് ഫസ്റ്റ് പറയും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ താൻ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവം ആരാണെന്ന് അവരുടെ വായ് കൊണ്ട് അവർ പറയും. ഹല്ലേലൂയ. പ്രവാചകൻ ഇവിടെ പറയുക, ഹല്ലേലൂയ, എൻ്റെ ദൈവം ആരാ? അവൻ നിത്യ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ്റെ രാജ്യത്വം ഒരിക്കലും തകർന്നു പോകുന്ന രാജ്യത്വമല്ല. ഹല്ലേലൂയ. പിന്നെ അവൻ പറയുകയാണ്, ഭൂമിയുടെ അറുതികളെ അവൻ സൃഷ്ടിച്ച ദൈവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആമേൻ നമ്മൾ പുകഴ്ത്തുന്നവരായിരിക്കണം. ദൈവത്തെ നമ്മൾ വാഴ്ത്തുന്നവരായിരിക്കണം. അവൻ്റെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? വർണ്ണിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അവനെക്കുറിച്ച് പറയുന്നു, ഹല്ലേലൂയ, അവൻ ക്ഷീണിക്കുന്നവനല്ല. നമ്മുടെ ദൈവം ആരല്ല? ക്ഷീണിക്കുന്നില്ല. സ്തോത്രം. കൈ ഉയർത്തി പറയാമോ? നമ്മുടെ ദൈവം ആരാ? ക്ഷീണിക്കുന്ന ദൈവമല്ല, തളർന്നു പോകുന്ന ദൈവമല്ല. അവൻ്റെ ബുദ്ധി എന്തുവാ? അപ്രമേയമായിരിക്കുന്നു. ഹല്ലേലൂയ. നീ ആശ്രയിക്കുന്ന ദൈവം ക്ഷീണിച്ചു പോകുന്ന ദൈവമല്ല, തളർന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന നീതിമാന്മാരെ അല്ലല്ലോ നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ എപ്പോഴും വർണ്ണിക്കുന്നവരായിരിക്കണം. 29-ാമത്തെ വചനം പറയുന്നു, ഹല്ലേലൂയ, എന്നാൽ ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ക്ഷീണിക്കാത്തത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീതിമാൻ ക്ഷീണിച്ചിരുന്നാൽ അവൻ എന്ത് ചെയ്യും? ക്ഷീണിച്ചിരിക്കുന്നവൻ അവൻ എന്ത് ചെയ്യും? ശക്തി നൽകുവാൻ അവൻ്റെ കയ്യിൽ ബലമുണ്ട്. നമ്മുടെ ദൈവമാരാ? ക്ഷീണിക്കാത്തവനാ. അങ്ങനെയാണെങ്കിൽ ക്ഷീണിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നവനാ? ശക്തി നൽകുന്ന ദൈവമാ. ഹല്ലേലൂയ. ബലമില്ലാത്തവൻ അവന് എന്ത് ചെയ്യും? ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയാം, ഹല്ലേലൂയ, ക്ഷീണിച്ചിരിക്കുന്നവരായിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിൻ്റെ നാമം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്ക്. കർത്താവേ, നീ എനിക്ക് ബലം തരുന്ന ദൈവമാ. നീ എൻ്റെ ക്ഷീണത്തെ മാറ്റുന്ന ദൈവമാ. ഹല്ലേലൂയ. നീ എൻ്റെ ബലഹീനതയെ മാറ്റുന്ന ദൈവമാ. നീ എൻ്റെ രോഗത്തെ മാറ്റുന്ന ദൈവമാ. എൻ്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവമാ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വിളിച്ചു പറയുന്നവരായിരിക്കണം. നീതിമാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നീതിമാൻ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നീതിമാന്റെ വഴി ദൈവം അറിയുന്നു. അറിയുന്നോ? നമ്മുടെ വഴിയെ ദൈവം എന്ത് ചെയ്യുന്നെന്നാ? അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആമേ, മുന്നോട്ട് നാം പോകേണ്ട പാതയിൽ നമ്മുടെ വഴികൾ എവിടെങ്കിലും അടഞ്ഞിരിക്കുന്നെങ്കിൽ അത് തുറക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിനുള്ളതാ. നമ്മൾ ഒരു വ്യക്തിയായിരുന്നാൽ മതി, നമ്മൾ ആരായിരുന്നാൽ മതി? നീതിമാന്മാരായിരുന്നാൽ മതി.
നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നീതിയോടെ നടക്കുന്നവരായിരിക്കണം. നീതിയോടെ നടന്നാൽ നിന്റെ മുൻപിൽ ഒരു വഴികളെയും അടച്ചു കളയുവാൻ കഴിയുന്ന ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം നിന്നെ വിളിച്ച ദൈവത്തിന് അല്ലല്ലോ ബലമുണ്ട്. അവൻ ക്ഷീണിച്ചവനല്ല, അവൻ നിത്യനായ ദൈവമാ. അവൻ ഹല്ലേലൂയ ലോകത്തിന്റെ അറുതി വരെ സൃഷ്ടിച്ച ദൈവമാ. ഹല്ലേലൂയ, അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല. സകലതും അവനെ കൂടാതെ ഉളവായി വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ വിളിച്ചു പറയുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നീതിമാന്റെ വഴി ദൈവം അറിയുന്നു. നമ്മുടെ വഴിയെ ദൈവം അറിയുന്നു. സ്തോത്രം. അതല്ലേ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നല്ലേ? അത് മാത്രമല്ല, നീതിമാനെ ദൈവം സ്നേഹിക്കുന്നു. എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. നീതിമാനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിച്ചാലുള്ള സ്തോത്രം വ്യത്യാസം എന്താ ദൈവമക്കളെ? ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുവല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സ്തോത്രം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ദൈവം എന്ത് ചെയ്യുമെന്ന അല്ലല്ലോ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റും? നീ ദൈവത്തെ സ്നേഹിച്ചത് ചുമ്മാതല്ല. നീ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിച്ചവർക്ക് അല്ലെങ്കിൽ നിർണയപ്രകാരം ഒരു വിളിയുണ്ട്. ആ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന നമ്മുടെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവം നീതിമാന്മാരെ ഓർക്കുന്ന ദൈവമാണ്. നീതിമാന്മാരെ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരെയും ഓർക്കുന്ന ദൈവമല്ല. സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഓർക്കുമെന്ന് വചനത്തിൽ എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ചിലയിടത്തൊക്കെ ചിലരെ ഓർത്തു, അവരെ ഓർത്തു, അവരുടെ കുടുംബങ്ങളെ ഓർത്തു, അവർക്കുള്ള സകലത്തിനെയും ദൈവം ഓർത്തു. കാരണം അവർ മറ്റുള്ളവരുടെ മുൻപിലോ ലോകത്തിന്റെ മുൻപിലോ ലോകക്കാരുടെ മുൻപിലോ സ്തോത്രം പേരും പെരുമയ്ക്കോ പോകാതെ കഷ്ടമായാലും പ്രതികൂലമായാലും നിന്നയായാലും നിരാശയായാലും ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ അല്ലല്ലോ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് മുതൽ അന്ന് തുടങ്ങി ദൈവം അവരെ സ്നേഹിക്കുവാൻ ആരംഭിച്ചു. ദൈവം സ്നേഹിച്ചവർക്ക് വേണ്ടി ദൈവം പുതുവഴികളെ തുറക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല, എൻ്റെ കർത്താവ് അവരെ ഓർക്കുന്ന ദൈവം കൂടാ. പാസ്റ്റർ എന്ന് പറഞ്ഞല്ലോ, ദൈവം ചിലരെ ഓർക്കുന്നു. കർത്താവ് ഓർത്താല് പിന്നെ എല്ലാം ദൈവം ചെയ്തു തരും. വിശ്വസിച്ചുകാൽ മാത്രം മതി. ആമേൻ. ഞാൻ ദൈവവചനത്തിന്റെ ഭാഗത്തിലേക്ക് കടന്നു വരാം. എന്നാൽ നീതിമാന്റെ കൂടാരത്തിലാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുള്ളത്. നമ്മൾ നീതിമാന്മാരായി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കൂടാരങ്ങളിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ദൈവം ഹല്ലേലൂയ ദൈവം നൽകി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ നീതിമാൻ എന്ത് പറയണമെന്നറിയാമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയണം. എന്ത് ചെയ്യണം? പറയണം. അങ്ങനെയല്ലേ സങ്കീർത്തനത്തിൽ 118 എഴുതിയിരിക്കുന്നേ? എന്താ? ചുമ്മാതിരിക്കുന്നവർക്കല്ല സ്തോത്രം, അവരുടെ ജീവിതത്തിലല്ല ഈ സന്തോഷവും ആനന്ദവും കടന്നു വരുന്നത്. ചിലരൊക്കെ പറയണമെന്നാ കർത്താവ് ഇവിടെ പറയുന്നേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ദയ എന്നും എന്നേക്കും ഉള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഓരോ അവസ്ഥകൾ നമ്മൾ എന്ത് പറയണം? എൻ്റെ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. അത് ഇസ്രായേൽ പറയണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. പർട്ടിക്കുലറായി ദൈവം ചില വ്യക്തികളോട് പറയുക, നിങ്ങൾ ഇത് പറയണമെന്ന്. സ്തോത്രം. ഇസ്രായേലിന് പറയാനാ നോക്കുകയാണെങ്കിൽ സ്തോത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ ഹല്ലേലൂയ ദേശം രാജ്യം ഒരു രാത്രി കൊണ്ട് ദൈവം ഉണ്ടാക്കിയെടുത്തു. എങ്കിൽ പോലും അവരുടെ ആരംഭം, അവരുടെ തുടർച്ച, അവർ വന്ന വഴികളൊക്കെയും സ്തോത്രം ഭയങ്കര കഠിനമായ വഴികളായിരുന്നു. സ്തോത്രം. എൻ്റെ ദൈവം അങ്ങനെ പറയാൻ കാരണം എന്താ? അബ്രഹാമിനോടും ഈസാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത
വാഗ്ദത്തത്തെ ദൈവം ഓർത്തു. അങ്ങനെയാണെങ്കിൽ എന്തിനാ നമ്മൾ പറയുന്നേ? നമ്മുടെ വാഗ്ദത്തത്തെ ദൈവം ഓർക്കുന്നത് കൊണ്ട് നമ്മൾ പറയണം, എൻ്റെ ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പുതിയ ഇസ്രായേലിനാക്കി മാറ്റിയ എൻ്റെ കർത്താവിന് എത്ര പേർ നന്ദി കരയറ്റുന്നു. ആർക്കും ദയയില്ലാത്ത ഒരു ജീവിതം ജീവിച്ച വ്യക്തികളായിരുന്നു ഇസ്രായേൽ മക്കൾ. നമുക്കറിയാം, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളോട് ആർക്കും ദയ തോന്നിയില്ല. അവരെ കഠിനമായി അവിടെ കഷ്ടപ്പെടുത്തി. അവർ കല്ലേലും അധ്വാനിച്ച അധ്വാനത്തിന് അവർ ശമ്പളം കൊടുത്തില്ല, അവർക്ക് നല്ല ആഹാരം കൊടുത്തില്ല, അവർക്ക് നല്ല വസ്ത്രം കൊടുത്തില്ല. അവരെ കഠിനമായി വേദനപ്പെടുത്തിയ ഫറവോന്റെ മുൻപിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ദൈവം അവരെ ഓർമ്മിപ്പിക്കുക, ഇസ്രായേലരെ നിങ്ങൾ പറയണം ഞാൻ ആരാണെന്ന്. നമ്മുടെ പഴയ അവസ്ഥകളെ തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് നമുക്ക് വല്ലതൊക്കെ പറയാനുണ്ടോ? സ്തോത്രം, വല്ലതൊക്കെ പറയാനുണ്ടോ വായിക്കൊണ്ട്? ഹല്ലേലൂയ. അതിനാ ദൈവത്തെ സ്തുതിക്കാനാ ദൈവം നമ്മെ സന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ വായിക്കൊണ്ട് പറയണം, ഹല്ലേലൂയ, സ്തോത്ര. ഇസ്രായേൽ പറയണം, എൻ്റെ ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത്, ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ സ്ഥിതികളെ ദൈവം മാറ്റും. സ്ഥിതികൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? സ്ഥിതികൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതിന് മറ്റുള്ളവരുടെ അടുത്ത് കരഞ്ഞു വിളിച്ചോണ്ട് നടന്നാൽ പ്രയോജനമില്ല. ഇല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കെന്ന് പറയുന്നതിലല്ല അർത്ഥം. പറഞ്ഞോ, അല്ലെ കുഴപ്പമില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുന്ന ദൈവമക്കളെ, അല്ലല്ലോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ എന്ന് പറയുന്നവരുടെ സ്ഥിതിയെ ദൈവം മാറ്റുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് ഏതവസ്ഥയിലായിരുന്നാലും ഈ അവസ്ഥ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നത് വരെ മാത്രമേ അതിന് ഗ്യാരണ്ടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ദൈവം അതിനെ എന്ത് ചെയ്യും? തുടച്ചു മാറ്റിക്കളയും. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളുടെ മുൻപിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ആമേ സ്തോത്ര, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗ്രഹം പറയണം. ആര് പറയണം? അഹരോൻ ഗ്രഹം. അഹരോൻ ഗ്രഹം ആരാ? ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ മക്കളെ നടത്തുവാൻ ദൈവം മരുഭൂമിയിൽ നിന്ന് സ്തോത്ര മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭയങ്കരനായ ഒരു ലീഡറാണ് ആരാ? മോശ. ഹല്ലേലൂയ. എന്നാൽ ആ മോശയുടെ കയ്യിൽ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. സ്തോത്രം. ദൈവം ആരുടെ കയ്യിലാണ് ശുശ്രൂഷ ഏൽപ്പിച്ചേ? അഹരോന്റെ കയ്യിലാണ് ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവമക്കളുടെ വായിൽ എപ്പോഴും എന്തോ ഇരിക്കണം? ആമേൻ. എന്തോ ഇരിക്കണം? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് നമ്മൾ പറയണം. അഹരോന്റെ ശുശ്രൂഷ എന്താണെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. വെറും മൈക്ക് പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രസംഗിക്കുന്നവർ മാത്രമല്ല ശുശ്രൂഷ വൃന്ദത്തിലുള്ളത്. അവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം പറയുന്ന നിങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്ന നിങ്ങൾ, അവിടെ ഹല്ലേലൂയ ഉപവാസത്തോട് വന്നിരിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, ആത്മഭാരമുള്ള നിങ്ങൾ, ഹല്ലേലൂയ ആലയം തുടച്ചു തൂക്കുന്ന നിങ്ങൾ, ചേറിടുന്ന നിങ്ങൾ, ഏത് ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൾ ചെയ്താലും നമ്മെ ദൈവം എന്താക്കി വെച്ചിരിക്കുക? അഹരോൻ ഗ്രഹമാക്കി വെച്ചിരിക്കുക. നിങ്ങൾ പറയണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന്. ഇന്ന് സ്തോത്രം, ഈ ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ശുശ്രൂഷ ഓരോന്നും ചെയ്യുന്ന നമ്മളിത് പറഞ്ഞുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. സ്തോത്രം. ഹാലില് ദൈവം നമുക്ക് തരുന്ന ഓരോ സ്ഥാനങ്ങൾ, ഓരോ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ, അത് സ്തോത്രം നാം ആരാണെന്ന് വെളിപ്പെടുത്താനുള്ളതല്ല, നമ്മെ വിളിച്ചാക്കിയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള സ്ഥലമാണ്, അതിനുള്ള ഇടമാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് പറയുന്നവരായിരിക്കണം. മൂന്നാമതൊരു ലിസ്റ്റിനെ ദൈവം ഇവിടെ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. ആര് പറയണം? യഹോവ ഭക്തന്മാർ പറയണം.
ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവര്? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് മൗനമായി ഇരിക്കാൻ പ്രമാണമില്ല, വായടച്ചിരിക്കാൻ പ്രമാണമില്ല. നമ്മൾ ആരായിരിക്കണം? ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഒരു യാഗമായിട്ട് നമ്മൾ എപ്പോഴും അർപ്പിക്കുന്നവരായിരിക്കണം. ദൈവഭക്തൻ എന്ന് പറയുന്ന ആരാ? ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് ദൈവഭക്തർ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ ബഹുമാനിക്കുന്നവരെയാണ് ദൈവഭക്തർ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവഭക്തർ എന്ന് വിളിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുന്നവരെയാണ് ദൈവഭക്തർ എന്ന് വിളിക്കുന്നത്. ഈ ലിസ്റ്റിൽ നമ്മളുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. യഹോവ ഭക്തന്മാർ പറയുന്ന ശബ്ദം ആര് കേൾക്കും? സ്വർഗത്തിലെ ദൈവം കേൾക്കും. തന്റെ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ കേട്ടു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭക്തന്മാരുടെ വായിൽ നിന്ന് വരുന്ന ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുറന്നിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ ചെവി നമുക്ക് വേണ്ടി ചായപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ദൈവഭക്തന്മാരായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആരുടെയും ചെവികൾ നിന്റെ മുമ്പിൽ തുറന്നില്ല എങ്കിൽ തന്നെ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെവിയുണ്ട്. ആ ചെവി അടയ്ക്കുവാൻ ആരെ കൊണ്ട് കഴിയുകയില്ല. നീതിമാനായി ജീവിച്ചാൽ, ഭക്തനായി ജീവിച്ചാൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുമെന്നാ? അല്ലല്ലോ, നീ പറയുന്നത് കേൾക്കും. എല്ലാത്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവരാ ഭക്തർ. എന്തുവാ ഞാൻ പറഞ്ഞേ? എല്ലാറ്റിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് യഹോവ ഭക്തൻ. ആമേൻ പറയാമോ? നമ്മുടെ മുൻപിൽ നാം എല്ലാത്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? നമ്മുടെ സ്തോത്രം കേട്ടാൽ അറിയാം നമ്മൾ എല്ലാരെക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ എന്ന്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഹല്ലേലൂയ, അവർ എന്ത് ചെയ്യുന്നവരാ? അവർ ദൈവത്തെ ഇടപെടാതെ ആരാധിക്കുന്നവരാ, അവർ സ്തുതിക്കുന്നവരാ, അവർ ദൈവത്തിന് സ്തോത്രം പറയുന്നവരാ, അവർ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവരാ, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാ. ഇന്ന് നീതിമാന്മാരുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും വരണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നു, നീ ഒരു ഇസ്രായേൽ ആയിരിക്കണം, നീ ഒരു അഹരോൻ ഗ്രഹമായിരിക്കണം, നീ യഹോവ ഭക്തിയുള്ളവരായിരിക്കണം. ആ നമ്മുടെ വാക്കിൽ നിന്ന് വരുന്ന വചനം എൻ്റെ സ്വർഗം കേൾക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ബഹുമാനിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. നാമൻ ഇയ്യോബിനെ കുറിച്ച് അറിയാമല്ലോ. ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷി പറയുന്നു. എൻ്റെ ഹല്ലേലൂയ ദാസനായ ഇയ്യോബ്, ഹല്ലേലൂയ, അവൻ എങ്ങനെയുള്ളവനാ? നേരുള്ളവനാ, ഹല്ലേലൂയ, നിഷ്കളങ്കനാ. അവൻ ഹല്ലേലൂയ ദോഷം വിട്ടകലുന്നവനാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവര് മാത്രമാകരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നേരുണ്ടായിരിക്കണം. കൈകളെ ഉയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നേരുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. പിശാച് ഇയ്യോബിനെ ഹല്ലേലൂയ നശിപ്പിക്കാൻ കടന്നു വന്നപ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനോട് പറയുക, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന്. കാരണം ഹല്ലേലൂയ ദൈവം തന്നെ അവനെ കുറിച്ച് പറയുന്നു, എൻ്റെ ദാസനായ ഇയ്യോബ് ഹല്ലേലൂയ അവൻ നേരുള്ളവനാ. ഹല്ലേലൂയ. നീതിമാന്മാരെ, യഹോവയെ ഭയപ്പെടുന്നവരെ, നമ്മിൽ നിന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ നേരുള്ളവരായിരിക്കണം. നമ്മുടെ നടപ്പിൽ നേര് വേണം, നമ്മുടെ പ്രവൃത്തികളിൽ നേര് വേണം, നമ്മുടെ ഇടപാടുകളിൽ നേര് വേണം, നമ്മുടെ സംസാരങ്ങളിൽ നേര് വേണം, നമ്മുടെ ഭവനത്തിനകത്ത് നേര് വേണം. ഭാര്യ ഭർത്താവിനോട് നേരായി നടക്കണം, ഭർത്താവ് ഭാര്യയോട് നേരായി നടക്കണം, മക്കൾ അപ്പയമ്മന്മാരോട് നേരായി നടക്കണം. നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പേർ കൈയുയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റും? നിന്റെ കുടുംബത്തിനകത്ത് ഉല്ലാസവും സന്തോഷം വേണമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് നമ്മൾ നിന്നേ പറ്റൂ. ദൈവ വഴിയിൽ നമ്മൾ നടന്നേ പറ്റൂ. ദൈവവചനം എന്ത് പറയുന്നു അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഇതിന് എന്തെങ്കിലും ഒരു ഷോർട്ട് റൂട്ട് ഇല്ല. നേര് വേണം, നിഷ്കളങ്കനായിരിക്കണം. സ്തോത്രം. എന്താ? കപടം ഇരിക്കരുത്, അകത്തൊന്നും പുറത്തൊന്നും ഇരിക്കരുത്. ഹല്ലേലൂയ. ദൈവം എന്താ ആഗ്രഹിക്കുന്നേ? അകത്തൊന്നും പുറത്തൊന്നും ആയിരിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം.
നിന്റെ വാക്കും പ്രവൃത്തിയും കർത്താവ് തൂക്കി നോക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ഉല്ലാസവും സന്തോഷവും വേണമെങ്കിൽ എന്താ ദൈവം ആഗ്രഹിക്കുന്നേ? നേര് വേണം, നിഷ്കളങ്കത വേണം, ദോഷം വിട്ടകലണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഉണ്ട്, ഉണ്ട്. ഇല്ല എന്നല്ല പറഞ്ഞ, ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ നീതിമാന്മാരായിരിക്കണം. നീതിമാന്മാരുടെ യോഗ്യത എന്താ? അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ, അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ, അവർ ദൈവത്തിൽ ബലപ്പെടുന്നവരാ, അവർ ദൈവ വഴിയിൽ നടക്കുന്നവരാ. അവർ ഇസ്രായേൽ ഗ്രഹമാണ്, അവർ അഹരോൻ ഗ്രഹമാണ്, അവർ യഹോവയെ ഭയപ്പെടുന്നവരാണ്. നമ്മുടെ അകത്തൊരു ദൈവഭയം ഈ ദിവസങ്ങളിൽ അധികമായി വർദ്ധിക്കണം. നമ്മെ വിളിച്ചിറക്കിയ നാളില് ദൈവമെന്ന് കേട്ടാൽ എത്ര ഭയം. ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ ഭയഭക്തിയോടെ വരും. ഓരോ മീറ്റിങ്ങുകളിൽ വരുമ്പോഴേ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കും. കുറവുകൾ ഉണ്ടെങ്കിൽ ഏറ്റു പറയും, ദൈവത്തിൻ്റെ സന്നിധിയിൽ പശ്ചാത്തപിക്കും. ഹല്ലേലൂയ. അന്ന് മാനസാന്തരപ്പെട്ടിട്ടേ മടങ്ങിപ്പോകുകയുള്ളൂ. അത് മറ്റൊരു ദിവസത്തേന് അതിനെ കണ്ടിന്യൂ ചെയ്യുകയില്ല, അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുകയില്ല. സ്തോത്രം. ഇന്ന് വചനം കേൾക്കുമ്പോഴുള്ള പശ്ചാത്താപമോ മാനസാന്തരമോ അല്ല നമുക്ക് വേണ്ടത്. അത് കേട്ട് കഴിഞ്ഞിട്ട് ആ വചനം നല്ല നിലത്തിൽ വീണ വിത്തായി നമ്മുടെ അകത്ത് 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന നല്ല ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമായി മാറുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ? ദൈവത്തിന്റെ വചനം ഒരിക്കലും ഫോഷ്ക്ക് പറയുന്ന വചനമല്ല. ദൈവത്തിന്റെ വചനം നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ദൈവം തരുമെന്ന് പറഞ്ഞാൽ, ദൈവം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെട്ട് വരും. അത് ഇന്നല്ല നാളെ. നീ ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തയോടെ നടക്കുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് നടക്കുവാൻ, ദൈവ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാൻ, ദോഷമില്ലാത്തവരായി നടക്കുവാൻ, വിശ്വസ്തയോടെ നടക്കുവാൻ, നല്ല നിഷ്കളങ്കതയോടെ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ, നിന്നിൽ നിന്ന് അകന്നു പോകുന്ന ഒരു നന്മയും ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കൂടാരങ്ങൾ എന്തു വേണം? ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം ഉണ്ട്. കൂടാരം എന്ന് പറയുന്നത് എന്താ? അത് നമ്മളുടെ ഹൃദയമാകാം, നമ്മളാകാം, അത് നമ്മുടെ കുടുംബമാകാം, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ആ ടെൻ്റാവാം. ഹല്ലേലൂയ. നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം എന്തൊക്കെ നമ്മൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കൂടാരമാണ്. അത് നമ്മുടെ ബിസിനസ്സാകാം, നമ്മുടെ ജോലിയാകാം, ഹല്ലേലൂയ, നമ്മുടെ ആരോഗ്യമാകാം. ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മയെന്നെന്താ? നമ്മുടെ ടെൻ്റ, നമ്മുടെ കൂടാരമാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, വിശ്വസ്തയോടെ അതിൻ്റെ അകത്ത് ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്റെ മുൻപിൽ ഹല്ലേലൂയ, നിന്നെ തകർത്ത് കളയുന്ന, വേദനിപ്പിച്ച് കളയുന്ന, നിരാശപ്പെടുത്തുന്ന, ദുഃഖത്തിൽ വീഴ്ത്തുന്ന, കണ്ണുനീരിലാക്കുന്ന ഒരു ശക്തിയും അവിടെ തളം കെട്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനമാണയിട്ട് നമ്മളോട് പറയുക. അങ്ങനെയാണ് കർത്താവ് നമ്മളെ എന്തായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തേ? നീതിമാന്മാരായിട്ടാണ് തിരഞ്ഞെടുത്ത്. അല്ലെ, പഴയ നിയമത്തിലെ നീതിമാനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. എല്ലാവരും എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. വേഗം ഒന്ന് വായിച്ച് സഹായിക്കുവാൻ, അല്ലെ ഡിസ്പ്ലേ ചെയ്യുവാൻ ഹല്ലേലൂയ ഓർപ്പിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വചനം. പിന്നെ ഹാരാൻ അഹശ്വേരോശിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. ദൈവം ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാമല്ലോ അതാരാ? മൊർദെഖായി. സ്തോത്രം. അവനെ കുറിച്ച് ഹല്ലേലൂയ ആരാ ഈ സാക്ഷ്യം പറയുന്നേ? ഹല്ലേലൂയ. സാധാരണ ഒരു വിശ്വാസി അല്ല പറയുന്നേ, ഒരു പാസ്റ്റർ അല്ല പറയുന്നേ, ഇല്ല ഒരു പ്രവാചകനല്ല പറയുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. മൊർദെഖായിയുടെ ശത്രുവായിരിക്കുന്ന ഹാമാനാണ് പറയുന്നത്. സ്തോത്രം. എന്തുവാ? നമ്മുടെ ഇടയിൽ ഹല്ലേലൂയ ഒരു ജാതി എന്തായിരിക്കുക? ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളിലേക്കാളും വ്യത്യാസമായിരിക്കുന്നു.
ഇതാരെ കുറിച്ച് പറയുന്ന കാര്യമാ? മൊർദെഖായിയെ കുറിച്ച് പറയുന്ന കാര്യമാ. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അവന്റെ ശത്രുവായ ഹാമാൻ പിടിച്ചെടുത്തു. ഇവൻ സാധാരണ മനുഷ്യനല്ല. 127 സംസ്ഥാനങ്ങളുള്ള ആ രാജ്യത്തിലെ ഒരു വ്യക്തിയല്ല അവിടെ പറയുന്നേ. രാജാവിന്റെ ഹല്ലേലൂയ സ്തോത്ര അകമ്പടി നായകനായിരിക്കുന്ന സ്തോത്ര ഹാമാന പറയുന്നേ. നമ്മുടെ ദേശത്തില് ഒരു വ്യക്തി വ്യത്യാസമായി ജീവിക്കുന്നു. അവന്റെ പ്രമാണം വേറെ, അവന്റെ നടപ്പ് വേറെ, അവന്റെ ചിന്ത വേറെ, അവൻ ചെയ്യുന്ന സകല പ്രവർത്തികളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കൈകളെ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇത് പറയുന്ന വ്യക്തി ആരെന്നറിയാവോ? ഹാമാനാ പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക്, യഹൂദന്മാർക്ക് അനുകൂലി അല്ല ഹാമാൻ. അവരെ സഹായിക്കുന്നവനല്ല ഹാമാൻ. അവരുടെ വളർച്ച കണ്ടിട്ട്, അവരെ പ്രമാണം കണ്ടിട്ട് സന്തോഷിക്കുന്നവനല്ല ഹാമാൻ. അവരെ കുറിച്ച് ഹല്ലേലൂയ അവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് അവരെ കുറിച്ച് അവരെ നിന്ദിക്കുന്നവനാണ് ഹാമാൻ. ആ ഹാമാൻ പറയുക സ്തോത്രം, അവർക്കൊരു പ്രമാണമുണ്ട്. നമുക്കൊരു പ്രമാണമുണ്ടോ? നമുക്കൊരു പ്രമാണമുണ്ടോ? എന്തുവാ? ഞാൻ ദൈവത്തിൻ്റെ പൈതല. ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നവരാ. എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നവരാ. എൻ്റെ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നവരാ. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നവരാ. എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന ഞാൻ പ്രമാണിക്കുന്നവരാ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ശത്രു ഫസ്റ്റ് നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണം. ഒരു പക്ഷേ സ്തോത്രം ഹല്ലേലൂയ ആരംഭം അത്ര നന്നായിരുന്നെന്ന് വരികയില്ല. ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ മൊർദെഖായിയുടെ ജീവിതത്തെ ആകമാനമായി മാറ്റിമറിച്ചത്. എന്താ? സ്തോത്രം ഹല്ലേലൂയ. അവൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ ആരംഭിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ ഹല്ലേലൂയ നമ്മുടെ ഈ രാജ്യത്താകട്ടെ, നമ്മുടെ സഭയ്ക്കകത്താകട്ടെ, നിങ്ങൾ പാർക്കുന്നിടത്താകട്ടെ, സ്തോത്രം, നമ്മൾക്കൊരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ. അവൻ പറയുന്നത് നോക്കിക്കേ. നമ്മുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളെ പോലെയുമല്ല, വ്യത്യസ്തമായിരിക്കുന്നു. കൈതട്ടി സ്തോത്രം പറയിപ്പിക്കുന്ന ഒരു ആലോചനയല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ഇതെല്ലാം എഴുതിയിടണം. ഹല്ലേലൂയ. നമുക്ക് വ്യത്യസ്തമായ പ്രമാണമുള്ളവരാ നമ്മൾ. ലോകം ഇന്ന് എന്തെല്ലാം രീതിയിൽ സ്തോത്രം ടെക്നോളജിയിലോ ഏത് വിധത്തിലെങ്കിലും മുന്നേറിയെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ അതൊന്നുമില്ല. ഒരു നിമിഷം കൊണ്ട് അതിനെല്ലാം അസ്തമിപ്പിക്കാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകളെയും അവൻ്റെ പ്രമാണങ്ങളെയും ആചരിച്ച് ജീവിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവമക്കളെ, എൻ്റെ ദൈവം നമ്മളെ ഒരിക്കലും നശിപ്പിച്ച് കളയുന്ന ദൈവമല്ല. നമ്മെ തകർത്തു കളയുവാൻ ശത്രു മുഴുബലത്തോടുകൂടെ അവൻ്റെ പദ്ധതികളെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നാലും ഹല്ലേലൂയ സ്തോത്രം, രാജാവിൻ്റെ കൽപ്പന ഉണ്ടെങ്കിലും, രാജാവിൻ്റെ ഹല്ലേലൂയ മുദ്രമോദ്രത്തിൻ്റെ സ്തോത്രം മുദ്രയുടെ അടയാളം ഉണ്ടെങ്കിലും, എല്ലാം ഹല്ലേലൂയ ഹാമാൻ അനുകൂലമായിരുന്നാലും സ്തോത്രം, അതിന്റെ മധ്യത്തിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചാൽ, ദൈവത്തിന് വേണ്ടി ചിലർ നിന്നാൽ, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ ചിലർ തീരുമാനിച്ചാൽ, ആ നിയമങ്ങളെ തിരുത്തി എഴുതുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കൂടാരങ്ങളിൽ സന്തോഷവും ഉല്ലാസവും എൻ്റെ ദൈവം തരുമെന്ന് ദൈവം പറഞ്ഞിട്ട് അതിന് വിപരീതമായി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമല്ല. ദൈവം അത് നമുക്ക് ചെയ്ത് തന്നിരിക്കും. എത്ര പേർ ഇത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ഹല്ലേലൂയ സ്തോത്രം. വ്യത്യസ്തമായ ഒരു പ്രമാണമുള്ളവനെ, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജാതിയായി നേർന്നിട്ട് നിൽക്കുന്നവനെ തകർക്കാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ കൂട്ടം നിൽക്കാൻ ഒരുവരല്ല, അനേകർ കൂട്ടം കൂടിയേക്കാം. പക്ഷേ ചില കാര്യങ്ങൾ അതിന്റെ മധ്യത്തിൽ നീ ചെയ്യുവാൻ എഴുന്നേറ്റാൽ എന്താകുമെന്നറിയാമോ? ആ പദ്ധതികളെ എല്ലാം എൻ്റെ ദൈവം തകർത്തു കളയുവാൻ, അല്ലെങ്കിൽ എൻ്റെ ദൈവം അവൻ നിത്യനായ ദൈവമായി, അവൻ ക്ഷീണിക്കാത്തവനായി, അവൻ ബലഹീനനായുള്ള ദൈവമല്ല. തന്റെ ബലം നമ്മുടെ മേൽ പകർന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീതിമാനെ ദൈവം ഒരിക്കലും നശിപ്പിച്ച് കളയുകയില്ല. നീതിമാനെ ഒരിക്കലും നശിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയുകയില്ല. വിശ്വസിച്ചുകൊണ്ട് എത്ര പേർ ഇത് പറയും? ഹല്ലേലൂയ. നീ ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ മുൻപിൽ യഥാർത്ഥ മനസ്സോടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതൊരു നഷ്ടമല്ലേ അല്ല. ഈ വർത്തമാനം കേട്ടുടങ്ങി കേട്ട നിമിഷം മുതൽ
സ്തോത്രം, ഹാലലൂയ, മൊർദെഖായിയെ നശിപ്പിക്കണമെന്നുള്ള പ്ലാനോടുകൂടെ ആരെഴുന്നേറ്റ്? ഹാമാൻ എഴുന്നേറ്റു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സ്തോത്രം. എന്നാൽ ഹാമാന്റെ സകല പദ്ധതികളെയും നിർവീര്യമാക്കിയവനാ നമ്മുടെ ദൈവം. സ്തോത്രം. നീതിമാന്മാരെ യഹോവയെ ഘോഷിപ്പിൻ, നീതിമാന്മാരെ യഹോവയ്ക്ക് സ്തോത്രം പറയുവീൻ, കാരണം അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് മാത്രമല്ല, ഈ ആഴ്ച മാത്രമല്ല, ഈ മാസം മാത്രമല്ല, ഈ വർഷം മാത്രമല്ല. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ നീതിമാനെ ഹല്ലേലൂയ ദയ ചുറ്റിക്കൊള്ളുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തത്തെ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. മൊർദെഖായിയെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട ഹാമാന്റെ സകല പദ്ധതികളെയും മൊർദെഖായിയുടെ ചെവിയിൽ കേട്ടപ്പോൾ മൊർദെഖായി എന്ത് ചെയ്തെന്ന 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അങ്ങനെയാണ് നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. വിടുവിക്കുമോ? നീതിമാൻ നിലവിളിച്ചാൽ ദൈവം കേൾക്കുമോ? ദൈവം കേൾക്കുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ഹാമാൻ ഒരിക്കൽ സകല സംഭവങ്ങളെയും സകല കാര്യങ്ങളെയും അറിഞ്ഞിട്ട് ഹല്ലേലൂയ മൊർദെഖായി എന്ത് ചെയ്തു? അവൻ ചുമ്മാതിരുന്നില്ല. എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ വസ്ത്രം കീറി. എന്ത് ചെയ്ത്? വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീർ വാരിയിട്ടു. അല്ല, പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാതല്ല നിലവിളിച്ച്, ഇവൻ അറിയാം ഇവൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ ചില പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഇസ്രായേലിനുണ്ടെന്ന് യഹൂദയ്ക്കുണ്ടെന്ന് ഇവന് നല്ലതായിട്ട് അറിയാം. ഇന്ന് നമ്മൾ വിശ്വാസമുണ്ടെന്ന് പറയും, പക്ഷെ ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നാം ആരെന്ന് തെളിയിക്കുന്നത്. ഒരു പ്രതികൂലം വരുമ്പോഴല്ല, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാത്ത ഒരു വിഷയം കടന്നു വരുമ്പോൾ അതിൻ്റെ മുൻപിൽ നമ്മൾ പറയുന്ന വാക്കുകളാണ് നാം ആരെന്ന് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മൊർദെഖായി ചുമ്മാതെ പോയി കരഞ്ഞില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കരഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചെയ്ത്. സ്തോത്രം. അല്ലെങ്കിൽ അവൻ അറിയാം ഈ രാജകൊട്ടാരത്തിൽ ഒരുത്തി ഉണ്ട്. ആമേൻ. സ്തോത്രം. അവളെയും കൂടെ ചിലതിന് വേണ്ടി ആമേൻ തട്ടി എഴുന്നേൽപ്പിക്കുന്നവനാ നീതിമാന്മാർ. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? നീതിമാന്മാർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. ആമേൻ. മൊർദെഖായി എന്ത് ചെയ്യുക? അവിടെ ചുമ്മാ അവൻ കരഞ്ഞു, ശരിയാ. അവൻ വസ്ത്രം അഴിച്ചു വെച്ചു, വെണ്ണീർ വാരിയിട്ടു, ആമേൻ, രട്ടുടുത്തു, പട്ടണത്തിന്റെ മധ്യത്തിൽ വന്നു ഉറച്ച ശബ്ദത്തോടെ മഹാശബ്ദത്തോടു കൂടി എന്ത് ചെയ്യുക? കരയാൻ ഏൽപ്പിച്ചു കൊടുത്തു. വിടുതൽ ആവശ്യമുണ്ടോ? അത്ഭുതങ്ങൾ കാണണമോ? നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറണമോ? ദൈവം ഹല്ലേലൂയ തലമുറയായി നമ്മുടെ ദൈവമാണെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ എന്ത് ചെയ്യണം? നാശനത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ നിരാശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, ദുഃഖത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ മുൻപിൽ പകച്ചു നിൽക്കുന്നവരെ അല്ല നീതിമാന്മാർ. അതിന്റെ മുൻപിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് നീതിമാന്മാർ. അങ്ങനെ എഴുന്നേറ്റ് നിന്ന ഒരു വ്യക്തിയാണ് മൊർദെഖായി. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. അവനെ എഴുന്നേൽപ്പിക്കാൻ ആമേ മൊർദെഖായി ആമേ സ്തോത്രം രാജകൊട്ടാരത്തിന്റെ വാതിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നു എന്നുള്ള വാർത്ത ആമേ സ്തോത്രം കൊട്ടാരത്തിനകത്തുള്ള എസ്തേറിന് ഈ അറിവ് കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്തു? ആമേൻ. മൊർദെഖായി ഇങ്ങനെ കിടക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവന് വേറെ വസ്ത്രങ്ങളും ഹല്ലേലൂയ എല്ലാം കൊടുത്തു വിട്ടു. എന്നാലും മൊർദെഖായി അത് സ്വീകരിക്കുവാൻ അവന് മനസ്സായില്ല. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുക. സ്തോത്ര. ആ വാക്യം ഒരിക്കൽ വായിക്കാം. സ്തോത്രം. 3-ാം അധ്യായം 4:14. നീ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനോ നശിച്ചു പോകും.
ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്ക് അറിയാം? സ്തോത്രം. ഹല്ലേലൂയ. മൊർദെഖായി മാത്രം നിലവിളിക്കുകയല്ല, അവൻ ചിലരെ കൂടെ തട്ടി എഴുന്നേൽപ്പിക്കുക. എന്ത് ചെയ്യുക? അവിടെ അധികാരമുള്ളവർ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ എൻ്റെ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തെ ഹല്ലേലൂയ നിർവിനിയോഗം ചെയ്യുന്നവരായിട്ടല്ല അവിടെ കാണുന്നത്. ആമേൻ, സ്തോത്രം. മൊർദെഖായി തട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയുക, ആമേൻ, സ്തോത്രം, ഈ കാലം, ഹല്ലേലൂയ, ഏത് കാലം? ദൈവം ഇസ്രായേൽ ജനത്തിന് ഉദ്ധാരണവും വിടുതലും രക്ഷയും നൽകുന്ന ഒരു കാലം വന്നിരിക്കുക. നമ്മുടെ കാലത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടോ? സ്തോത്രം. നമ്മളായിരിക്കുന്ന കാലത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. മൊർദെഖായി തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയുക, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. സ്തോത്രം. യഹൂദന്മാർക്ക് എന്തായാലും എന്തുണ്ട്? ഉദ്ധാരണമുണ്ട്, രക്ഷയുണ്ട്. കാരണം അവരാരാ? അവർ വാഗ്ദത്തമുള്ളവരാ, അവർ ദൈവമായിട്ട് ഉടമ്പടി ഉള്ളവരാ. ദൈവം അവരുമായിട്ട് നിയമം ചെയ്തിട്ടുണ്ട്, അവരെ തകർത്തു കളയത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അല്ലല്ലോ ഈ സമയത്ത് എസ്തേറിലെ നീ മൗനമായി ഇരിക്കരുത്. ദൈവം അധികാരം തന്നത് ഹല്ലേലൂയ ഒരാൾക്കല്ല. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. സ്തോത്രം. തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അധികാരം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എന്താ അധികാരത്തിന്റെ സിഗ്നൽ? എന്താ? യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. നമ്മുടെ അധികാരത്തിന്റെ സിഗ്നൽ എന്താ? യേശുവിൻ്റെ നാമം. അങ്ങനെയാണെങ്കിൽ ആ നാമം വിളിച്ച്, ആ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട്, രക്ഷയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ പട്ടണത്തിന് വേണ്ടി ഹല്ലേലൂയ കരയുവാൻ ചിലരെ ദൈവം നോക്കുന്നു. ഈ പട്ടണത്തിന് വേണ്ടി രക്ഷയും ഉദ്ധാരണത്തിനുമുള്ള ദൈവിക സന്ദേശം ഹല്ലേലൂയ പുറപ്പെടുവിച്ച് കൊണ്ടുപോകുന്ന ചില ദൂതുവാഹികളെ ദൈവം അന്വേഷിക്കുക. ആമേൻ, സ്തോത്രം. ഒരു പക്ഷേ നീ ഇരിക്കുന്ന രാജസ്ഥാനത്ത് നീ സുഖമായിരിക്കാം, നിനക്ക് നല്ല സ്തോത്രം ഹല്ലേലൂയ വസ്ത്രം കാണാം, നിനക്ക് ഒരു പക്ഷേ നല്ല ആഹാരം ലഭിക്കും, ഇല്ല നിനക്ക് ഹല്ലേലൂയ അവിടെ വേണ്ടുന്ന സകലതും നിനക്ക് ലഭിക്കാം. എന്നാൽ ഈ സമയത്തെ കുറിച്ചുള്ള അറിവ് നിനക്ക് വേണമെന്ന് പറഞ്ഞ് മൊർദെഖായി അവളെ എന്ത് ചെയ്യുക? എസ്തേറിനെ തട്ടി എഴുന്നേൽപ്പിക്കുക. നമ്മുടെ സമയത്തെ നമ്മൾ അറിയുന്നോ? നമ്മൾക്ക് വിടുതലില്ലെങ്കിൽ, നമുക്ക് അത്ഭുതം നടന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകരുത്. നമ്മുടെ സമയം എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. എന്നാൽ നീയും നിന്റെ ഭൃതുഭവനും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിലായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ഇവിടെ കർത്താവ് ദൈവത്തിൻ്റെ ആലോചനയെ നോക്കിക്കേ. ഈ ഒരു കാലം, ഈ ഒരു സീസണിലേക്കാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സീസൺ? ദൈവജനത്തെ ആമേൻ വിടുവിക്കുന്ന സീസണായത്. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം ശക്തിയോടെ വെളിപ്പെടുന്ന സീസണായത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആരാധിക്കുമ്പോൾ ആ ദൈവശക്തി വെളിപ്പെടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദൈവം ഇന്ന് നമ്മളെ കൊണ്ട് വന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ദൈവസഭ ഉണർന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ, സ്തോത്രം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്, ഉണ്ട്. ദൈവം ഭോഷ്ക്ക് പറയത്തില്ല. നാം ചിലതൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും? ആമേൻ, നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവം നമുക്ക് വിടുതൽ തന്നേ തരിക തന്നെ ചെയ്യും. സ്തോത്ര. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു ദൈവമക്കളെ. സ്തോത്ര. അതിൻ്റെ 5:13 ഇങ്ങനെ കാണുന്നു, 8:15 ഇങ്ങനെ കാണുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ തട്ടി എഴുന്നേൽപ്പിച്ചു. നീതിമാന്മാർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. എന്തായിരിക്കണം നാം ചെയ്യുന്നത്? എന്താ? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് മാതൃകയാക്കാവുന്ന പറ്റിയ ആ വ്യക്തി ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പകലെല്ലാം നടന്ന് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ആമേൻ ദൈവവേല ചെയ്യും. രാത്രിയെല്ലാം നിർജ്ജന പ്രദേശത്ത് മലകളിൽ വേറിട്ട് പോയി കുത്തിയിരുന്ന് എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവസഭയെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ.
നാശം വരുന്നു, നഷ്ടം വരുന്നു, ഇല്ല സ്തോത്രം കഷ്ടം വരുന്നു, ഇല്ല ശത്രു നമ്മളെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ കഥ ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. ശത്രു ഒരു വശത്തിരിക്കട്ടെ. നീ എഴുന്നേൽക്കേണ്ടത് നീ എഴുന്നേറ്റാൽ, നീ ചെയ്യേണ്ടത് നീ ചെയ്യാൻ നിന്നാൽ, നീ പ്രവർത്തിക്കേണ്ടത് നീ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ കരം ചുമ്മാതിരിക്കുന്ന കരമല്ല. ഹല്ലേലൂയ, അത് നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം തന്നെയാ. ഇവരെന്തിനാ ആമേൻ ഇത്ര പ്രാർത്ഥനയോടും ഉപവാസത്തോടും അല്ലെങ്കിൽ നെടുവീർപ്പോടും ആമേൻ സ്തോത്രം രട്ടെടുത്തുകൊണ്ട് കരയാനും ഉപവസിക്കാനും ആരംഭിച്ചത് എന്തിനാ? യഹൂദന്മാരുടെ നാശം ഹല്ലേലൂയ എഴുതി, അതാത് ഭാഷകളിൽ എഴുതി, അതാത് ലെറ്ററുകളിൽ എഴുതി, അക്ഷരങ്ങളിൽ എഴുതി 127 സംസ്ഥാനങ്ങളിലും 5 ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആമേൻ നാളെ ഈ സമയത്ത് ഇല്ല വരുന്ന ഈ മാസം ഇന്ന ദിവസം യഹൂദന്മാരുടെ മൊത്തവും ഹല്ലേലൂയ നാശമെന്നുള്ള ദിവസം ഡിക്ലെയർ ചെയ്തപ്പോൾ യഹൂദന്മാർക്ക് മാത്രമല്ല അവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അവർക്കുള്ള സകല സമ്പത്തിനും നാശം ഭവിക്കാൻ പോകുന്നെന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഹല്ലേലൂയ ചിലർ മൗനമായിരിക്കാതെ അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നു. ചിലർ എഴുന്നേറ്റ് നിന്നു. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കുറവ് പറയുന്നവരാകാതെ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എഴുന്നേൽക്ക്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എഴുന്നേൽക്ക്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്ക്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്ക്. ഹല്ലേലൂയ സ്തോത്രം. നിനക്കുള്ളതിനെ സൂക്ഷിക്കുവാൻ, നിനക്കുള്ളതിനെ കാക്കുവാൻ, നിനക്കുള്ളതിനെ സംരക്ഷിക്കുവാൻ, നിന്റെ നന്മയെ ശത്രു അപഹരിച്ചു കൊണ്ട് പോകാതെ ഹല്ലേലൂയ എഴുന്നേൽക്കുന്നവരെ, ആമേൻ എഴുന്നേറ്റ് നിൽക്കുന്നവരെ, രാജസന്നിധിയിൽ വരുന്നവരെ, രാജാവിനോട് ഹല്ലേലൂയ ആമേൻ വിടുതൽ ചോദിക്കുവാൻ, രാജാവിൻ്റെ ദയ ലഭിക്കുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഒരുക്കമുള്ള ചിലരെ ദൈവം ആഗ്രഹിക്കുക. എത്ര പേർക്ക് പറയാൻ കഴിയും ഏത് പ്രതികൂലം വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള ബലം എൻ്റെ ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം തരും, ആ ശക്തി എനിക്ക് തരും. ഞാൻ ക്ഷീണിച്ചു പോകയില്ല, ഞാൻ തളർന്നു പോകയില്ല, ഞാൻ വാടിപ്പോകയില്ല, ഞാൻ നിരാശപ്പെട്ടു പോകയില്ല. ഹല്ലേലൂയ എൻ്റെ മുൻപിലുള്ള സാഹചര്യങ്ങളെ കണ്ടിട്ട് ഞാൻ പതറിപ്പോകയില്ല. കാരണം ഹല്ലേലൂയ എൻ്റെ ദൈവം ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഹല്ലേലൂയ ബലം പകരുന്ന ദൈവമാ. അവൻ ഹല്ലേലൂയ മയങ്ങാത്തവനാ, അവൻ ഉറങ്ങാത്തവനാ. ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ നാശം കണ്ടിട്ട് ഓടിപ്പോകുന്നവരല്ല നമ്മൾ. നാശം വരുന്നു എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ അതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തോട് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, അവന്റെ മുൻപിൽ വേർപെട്ടിരിക്കുവാൻ, അവന് വേണ്ടി വിരുന്നൊരുക്കുവാൻ ഹല്ലേലൂയ പുറപ്പെടുന്ന ചിലരെ കർത്താവ് ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുക. മിത്രേജി സഭ മലയാളം സർവീസിലുള്ള ദൈവമക്കളെ എഴുന്നേൽക്ക്. ദൈവം പട്ടണങ്ങളെ നമ്മൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജ്യങ്ങളെ ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, വിടുതലുകൾ നടക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, രോഗസൗഖ്യങ്ങൾ നടക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ ഉയർക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് മൗനമായിരിക്കുന്നവരല്ല നമ്മൾ, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നവരായിരിക്കണം. ഈ കാലഘട്ടം എന്ന കാലഘട്ടമാ? ഉദ്ധാരണത്തിൻ്റെയും രക്ഷയുടെയും കാലമാ. സ്തോത്രം. വിശ്വസിക്കുന്നോ? ഉദ്ധാരണത്തിൻ്റെയും രക്ഷയുടെയും ഒരു കാലഘട്ടമായി കാലഘട്ടം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ആമേൻ സ്തോത്രം. ഈ വാർത്ത കേട്ടിട്ട് ശൂഷൻ പട്ടണം ഹല്ലേലൂയ എല്ലാം എന്തായിപ്പോയി? കലങ്ങിപ്പോയി. ചില വാർത്ത കേൾക്കുമ്പോൾ ആമേൻ നമ്മൾ എന്തായിപ്പോകും? കലങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഈ ചില വാർത്തകൾ കേട്ടിട്ട് ഇവരും കലങ്ങി. എന്നാൽ അവരെന്ത് ചെയ്തു? അവർ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, ഉപവസിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, അവരെ അവിടെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മുഖം നോക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. 3:15 ആമേൻ ആ പട്ടണമൊത്തം എന്തായിരുന്നു?
കലക്കമായിരുന്നു. എന്നാൽ 8:15 വരുമ്പോൾ എന്ത് ചെയ്യുക? സ്തോത്രം, ഹല്ലേലൂയ, പട്ടണത്തില് ഉല്ലാസവും സന്തോഷവും കൊണ്ട് നിറയുവാനിടയായി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വസ്ത്രം കീറിയവന്റെ വസ്ത്രം ഇപ്പൊ എന്തായി? ഹല്ലേലൂയ, നീലവും ശുഭ്രവുമായ രാജവസ്ത്രം ധരിച്ചുകൊണ്ട്, പൊൻകിരീടം ധരിച്ചുകൊണ്ട്, ചണനൂൽ കൊണ്ട് രക്താംബരം ധരിച്ചുകൊണ്ട് അവൻ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോകുക. ഹല്ലേലൂയ. നീതിമാന്മാരെ, നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നാം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, സ്തോത്രം, ഒരു പക്ഷെ നീ നിന്റെ വസ്ത്രം കീറിയെങ്കിൽ എൻ്റെ ദൈവം തരാൻ പോകുന്ന വസ്ത്രം, ഹല്ലേലൂയ, മനുഷ്യൻ തരുന്ന വസ്ത്രമല്ല, ഇത് രാജാവ് തരുന്ന നീലവും ശുഭ്രവുമായുള്ള രാജവസ്ത്രം ദൈവം നമ്മെ ധരിപ്പിക്കാൻ പോകുക. അവൻ തന്റെ തലയിൽ പൂഴി വാരിയിട്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇപ്പൊ ഇവിടെ പൂഴിക്ക് പകരം എന്തുവാ? പൊൻകിരീടമാ. പ്രതികൂലം വന്നു, നാശനത്തിന്റെ വാക്കുകളൊക്കെ കേട്ടു, സംഹരിച്ചു കളയുന്ന വാക്ക് കേട്ടിട്ട് ശൂശൻ പട്ടണം മൊത്തം എന്തുവായി? കലക്കമുണ്ടായി. എന്ന് വെച്ചാൽ സംഭ്രമം, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയത്തോടെ വിറയലോടെ എല്ലാം ആയിരുന്നു. എന്നാൽ അതിൻ്റെ മുൻപിൽ ഒരു കൂട്ടം എഴുന്നേറ്റു. എന്തിനാ? ചുമ്മാതെ എഴുന്നേറ്റില്ല, പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു, ഉപവസിക്കാൻ എഴുന്നേറ്റു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ എഴുന്നേറ്റു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ എഴുന്നേറ്റപ്പോൾ ഒരിക്കലും രാജാവിൻ്റെ സന്നിധിയിൽ രാജാവ് പൊൻചെങ്കോൽ നീട്ടാതെ ചെല്ലാൻ പറ്റാത്ത എസ്തേർ ഉപവസിച്ചും പ്രാർത്ഥിച്ചിട്ടും അവൻ്റെ മുൻപിൽ കയറി ചെല്ലുമ്പോൾ ഇതാ രാജാവ് അവളുടെ മേൽ പൊൻചെങ്കോൽ നീട്ടിട്ട് പറയും, എസ്തേർ റാണിയെ, എസ്തേർ രാജ്ഞിയെ, നിനക്ക് എന്ത് വേണം പറ, രാജ്യത്തിൻ്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ നിന്റെ കുടുംബത്തില്, നിന്റെ ജോലിയില്, നിന്റെ തലമുറയില് ഹല്ലേലൂയ ചില വിഷയങ്ങൾ കേട്ടിട്ട് വിട്ടുകൊടുക്കുന്നവരല്ല, പോകട്ടെ എന്ന് പറയേണ്ടവരല്ല, അങ്ങനെയുള്ളവരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം ചിലരെ നോക്കുക. അങ്ങനെ നിന്ന ആ കുടുംബത്തെ, ആ മൊർദെഖായിയെ, ആ എസ്തേറിനെ ദൈവം ചുമ്മാതെ വിട്ടില്ല. അവരുടെ സ്ഥിതിയെ ദൈവം മാറ്റിമറിച്ചു. ഹല്ലേലൂയ. അവരുടെ സ്ഥിതിയെ ദൈവം മാറ്റിമറിച്ചു. നമ്മുടെ സ്ഥിതികൾ മാറണമോ? ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതികളെ മാറണമെങ്കിൽ നീതിമാന്മാർ ദൈവത്തെ ഘോഷിക്കുന്നവരായി മാറണം, ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം, ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം, ദൈവത്തെ വിശ്വസിക്കുന്നവരായി മാറണം, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം, ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപിൽ ഭയഭക്തിയോടെ ജീവിക്കുന്നവരായി മാറണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. സ്തോത്രം ഉണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ വരാൻ നാം ചെയ്യേണ്ടതും ചിലതുണ്ട്. ഹല്ലേലൂയ. നീതിമാനെ തകർത്ത് കളയുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. നീതിമാനെ നശിപ്പിച്ച് കളയുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. ദൈവത്തിന് വേണ്ടി നീയും നിന്റെ കുടുംബവും നീതിയോടെ നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവം നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. സ്തോത്രം, ഹല്ലേലൂയ. 8:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ വചനം കൂടെ വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണൽ നൂലുകൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. നാം യഹൂദരാണോ? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? സ്തുതി. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? സ്തുതി. അങ്ങനെയാണെങ്കിൽ സ്തുതിക്കുന്നവർക്ക് എന്തുണ്ട്? ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, ബഹുമാനമുണ്ട്. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷമില്ലാന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യഹൂദ ജനത്തിന് എന്തൊക്കെ ഉണ്ടായി? ഹല്ലേലൂയ. ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി, ഉല്ലാസമുണ്ടായി, ബഹുമാനമുണ്ടായി. 3:15 കലക്കത്തോടെ, ഹല്ലേലൂയ, ഭയത്തോടിരുന്ന ആ പട്ടണത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിമറിച്ചു. ചിലതൊക്കെ കാണുമ്പോൾ ഹല്ലേലൂയ പറ്റുകയില്ലെന്ന് പറയുന്നവരുടെ കൂടെ അല്ല ദൈവം നിൽക്കുന്നത്.
ആമേൻ സ്തോത്രം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന നമ്മോട് കൂടെ നിൽക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. എത്ര പേർ ഈ മാസം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന മാസമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന മാസമാ. ഹല്ലേലൂയ. അത് നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യുന്ന ദൈവമാ. നമ്മുടെ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ജോലികളിൽ നമുക്ക് വേണ്ടി ചെയ്യും. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, നാം ചിലതൊക്കെ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ സ്തോത്രം, പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും തന്ന് എൻ്റെ ദൈവം നമ്മുടെ നിന്നയെ മാറ്റി മാസം ഇതാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതം നിന്ന് പോയിട്ടില്ല. കാരണം നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസമുണ്ട്, ജയഘോഷമുണ്ട്. ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്തോത്രം, നീതിമാന്മാരായി ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കണം. ഹല്ലേലൂയ. നീതിമാൻ ഒരു പ്രമാണമുണ്ട്. അവൻ്റെ നടപ്പ് വ്യത്യാസം, അവൻ്റെ വാക്കുകൾ വ്യത്യാസം, അവൻ്റെ വസ്ത്രധാരണം വ്യത്യാസം, ഹല്ലേലൂയ, അവൻ്റെ പ്രവൃത്തികളൊക്കെയും വ്യത്യാസം. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഒരു വ്യത്യാസമായ അനുഭവത്തോടെ ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത എന്നെയും നിങ്ങളെയും നമ്മുടെ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർത്താൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്കായി ചിലതൊക്കെ ചെയ്യുവാൻ അവൻ മറന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർത്താൽ ചില വഴികളെ നമ്മുടെ മുൻപിൽ തുറക്കും. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നീതിമാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടോ? നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ? ദൈവത്തെ ബഹുമാനിക്കുന്നവരാണോ? ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവരാണോ? ദോഷം വിട്ടകലുന്നവരാണോ? സ്തോത്രം. ഹല്ലേലൂയ. നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ മുൻപിൽ നടക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. ആലയത്തിനകത്തിരുന്ന് സ്തോത്രം പറയുന്നത് ഈസി. എന്നാൽ ഓരോ ദിവസമുള്ള നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവവചന പ്രകാരമുള്ള ജീവിതം ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. എൻ്റെ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമാ. അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാ. അവൻ നമുക്ക് വേണ്ടി കൈനീട്ടുന്ന ദൈവമാ. അവൻ നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ദൈവമാ. അത് എത്ര ഭയങ്കരമായ ഹല്ലേലൂയ നിയമങ്ങൾ ഉണ്ടായിരുന്നാലും ആ നിയമത്തിൻ്റെ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി പുതിയ നിയമങ്ങളെ ദൈവം ഒരുക്കി വെക്കും. ഹാമാന്റെ മുൻപിൽ മൊർദെഖായി ഒരു സാധാരണക്കാരനായിരുന്നു. എന്നാൽ 9-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ മൊർദെഖായെ ദൈവം മഹാനാക്കി മാറ്റി. എന്താക്കി മാറ്റി? മഹാനാക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, അവിടെ നിന്ന് അവനെ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, ദൈവം ദിവസം തോറും ദിനം തോറും അവനെ എന്താക്കി മാറ്റാൻ തുടങ്ങി? അവനെ ഉയർത്താൻ ആരംഭിച്ചു. അവൻ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ സ്തോത്ര യഹൂദ വംശത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ സകലതും വന്നു ചേർന്നു. 9-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ പോയി നിൽക്കുമ്പോൾ രാജാവ് പിന്നെയും പറയുക, എന്ത് വേണം ചോദിക്ക്, ഇനിയും നിനക്ക് എന്ത് വേണം ചോദിക്ക്, ഇനിയും നിനക്ക് എന്ത് വേണം ചോദിച്ചോ. നിനക്ക് എന്ത് വേണം ചോദിക്കുന്ന രാജാവ് പറയുക. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ യഹൂദ ജനത്തെ കൊല്ലുവാൻ എഴുത്തുകൾ എഴുതുവാനുള്ള അധികാരം, മുദ്ര, ഹല്ലേലൂയ പത്രം, മുദ്ര, മോതിരം ഇതെല്ലാം ഊരിക്കൊടുത്ത രാജാവ് ഇന്ന് ഹല്ലേലൂയ തിരിച്ച് സകലതും പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ കൊടുക്കുക, ഉപവസിക്കുന്നവന്റെ കയ്യിൽ കൊടുക്കുക, ആരാധിക്കുന്നവന്റെ കയ്യിൽ കൊടുക്കുക. ദൈവത്തെ സ്തുതിക്കുന്നവന്റെ കയ്യിൽ കൊടുക്കുക, ദൈവത്തെ സേവിക്കുന്നവന്റെ കയ്യിൽ കൊടുക്കുക. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇന്ന് നീ ഒരു സാധാരണ വ്യക്തി ആയിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നീ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഈ പട്ടണത്തിൽ തന്നെ നാളെ നമ്മെ ആരാക്കി മാറ്റും? മഹാന്മാരാക്കി മാറ്റും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് പറഞ്ഞിട്ട്, ഇന്നത്തെ എൻ്റെ സ്ഥിതി മാറും, ഇന്നത്തെ എൻ്റെ അവസ്ഥ മാറും, ഇന്നത്തെ എൻ്റെ രീതി മാറും, ഇന്നത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ദൈവമക്കളെ? നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക. ഹല്ലേലൂയ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. സ്തോത്രം. അടുത്ത 3 മാസം നമ്മുടെ മുൻപിൽ ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ
ദൈവം ചില വിടുതലുകൾ ചെയ്യാൻ പോകുക, ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുക, ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ നാളുകളായി ദൈവസന്നിധിയിൽ വെച്ച് ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയത്തിന്റെ മേൽ ദൈവം അല്ലല്ലോ തന്റെ അത്ഭുതമാകുന്ന കരം നീട്ടി അല്ലല്ലോ നിന്നെ ദൈവം ഓർക്കാൻ പോകുന്ന അല്ലല്ലോ പകൽക്കാലമെന്ന് ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം നമ്മോട് അറിയിക്കുക. കാരണം എന്താ? ദൈവസന്നിധിയിൽ നീതിയോടെ നടന്ന, നിഷ്കളങ്കതയോടെ നടന്ന, ദൈവ ഭയത്തോടെ നടന്ന, ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് നടന്ന, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നടന്ന നിങ്ങളെ ദൈവം മറക്കുന്ന ദൈവമല്ല, ദൈവം നമ്മെ ഓർക്കുന്ന ദൈവം. എത്ര പേർക്ക് മനസ്സിലായി ദൈവമക്കളെ? അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എല്ലാ ജയത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യം സ്തുതിയ. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എല്ലാം കർത്താവ് കൊടുത്ത ഒരു ശബ്ദമാ സ്തുതി, ആരാധന, സ്തുതി, ആരാധന. എരികോ മതിലിനെ വീഴുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ മിസൈലോ അല്ല എന്തെങ്കിലും ആയുധവുമായിട്ട് പോകാൻ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയുള്ള പ്രഭുക്കന്മാർ ദേശാധിപതികൾ ആലോചന കൊടുത്തേനെ. എന്നാൽ സ്തോത്രം, ദൈവം പറഞ്ഞു സ്തുതിക്കുന്നവർ മുന്നേ പോകട്ടെ, സ്തുതിക്കുന്നവർ മുന്നേ പോകട്ടെ. ഹല്ലേലൂയ. ദൈവസഭയെ നിന്റെ ഇതിനകത്ത് സ്തുതിക്കുന്നവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്തുതിയുടെ മുൻപിൽ തകരാത്തതൊന്നുമില്ല. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. നിന്റെ മുൻപിൽ കീഴടങ്ങാത്ത ഒരു എരിവോ മതിലുമില്ല, പിന്മാറിപ്പോകാത്ത ഒരു യോർദാനുമില്ല. അല്ലെങ്കിൽ നിന്റെ മുൻപിൽ വിവാഹമായി പോകാത്ത അല്ലെങ്കിൽ പിളർന്നു മാറാത്ത ഒരു ചെങ്കടലുമില്ല. ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി, ദൈവത്തിൻ്റെ മുൻപിൽ നേരോടെ നടക്കാൻ, നിഷ്കളങ്കതയോടെ നടക്കാൻ, നിർമ്മലതയോടെ നടക്കാൻ ദൈവത്തിൻ്റെ മുൻപിൽ നാം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദർഭം, ഈ അവകാശം തന്ന കർത്താവിൻ്റെ ദാസനോടും സഭയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.